വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിൽ സാവൂളിന്റെ മാനസാന്തരവും പത്രോസിന്റെ സഭാ സന്ദർശനവും വിവരിക്കുന്നു. സാവൂൾ യേശുവിന്റെ ശിഷ്യരുടെ മേൽ വധഭീഷണി ഉയർത്തി. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടിയുണ്ടായി: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. കർത്താവ് ദർശനത്തിൽ അനനിയാസ് എന്നു പേരായ ദമാസ്കസിലുണ്ടായിരുന്ന ഒരു ശിഷ്യനോട് സാവൂളിനെ പോയി കണ്ട് അവന്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് അവന്റെ അന്ധത മാറ്റാൻ നിയോഗിച്ചു. അവന് കാഴ്ച വീണ്ടു കിട്ടി. അവൻ സ്നാനം ചെയ്തു. അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. സാവൂൾ വിശ്വാസികളോടൊപ്പം ചേർന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താൽ സഭ ശക്തിയായി വളർന്നു വർദ്ധിച്ചു. അങ്ങനെ യൂദയ, ഗലീലി, സമരിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനമുളവായി. അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധാത്മാവ് നൽകിയ സമാശ്വാസത്തിലും വളർന്നു വികസിച്ചു. പത്രോസ് ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ അയനയാസ് എന്നൊരുവനെ അവൻ കണ്ടുമുട്ടി. അവൻ 8 വർഷമായി തളർവാദം പിടിപെട്ട് രോഗശയ്യയിലായിരുന്നു. പത്രോസ് അവനോട് പറഞ്ഞു: അയനയാസെ, യേശുക്രിസ്തു നിന്നെ സുഖപ്പെടുത്തുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്ക ചുരുട്ടുക. ഉടൻ തന്നെ അവൻ എഴുന്നേറ്റു. പിന്നീട് പത്രോസ് യോപ്പായിൽ തബീത എന്നു പേരായ ഒരു ശിഷ്യ മരണപ്പെട്ടതിനു ശേഷം പത്രോസ് ശിഷ്യന്മാരോടൊപ്പം മൃതദേഹം വെച്ചിരുന്ന സ്ഥലത്ത് പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു: തബീത, എഴുന്നേൽക്കൂ. അവൾ കണ്ണു തുറന്നു. പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. പത്രോസിന്റെ വിശ്വാസവും ദൈവത്തിന്റെ ശക്തിയും ഇവിടെ തെളിയിക്കുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.